സവന്യ മിസ് ആണ്. അപ്പോൾ ക്ലാസ് 6 ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഫുഡ് ഫോർ ഹെൽത്ത് അല്ലെങ്കിൽ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ വെറും 25 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഈ 25 മിനിറ്റ് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ എക്സാമിന് വരാൻ പോകുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിസ് ഇവിടെ പറയുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്തോളാം, ഈ കമന്റ് ബോക്സിൽ ഒന്ന് സെറ്റ് എന്ന് കമന്റ് ചെയ്തോളാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ആണെങ്കിൽ വേഗം ഒന്ന് സെറ്റ് എന്ന് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ സൂപ്പർ ബാച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ മക്കളെ, ഓണം എക്സാം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മാത്രമാണ് നിങ്ങളെ ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ഓഗസ്റ്റ് 3 നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സൂപ്പർ ബാച്ച് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്, സൂം ലൈവുകൾ, ഫാക്കൽറ്റീസ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മെൻറ്റർഷിപ്പ്, അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും വൺ ഷോട്ട്, ഓരോ ചാപ്റ്ററിൻ്റെയും പ്രഡിക്ഷൻ വീഡിയോസ്, ഓരോ ചാപ്റ്ററിൻ്റെയും യൂണിറ്റ് ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, അതുപോലെ തന്നെ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകിക്കണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തവർക്ക് ഇന്നും എന്ത് ചെയ്യാൻ പറ്റും, മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാപ്റ്റർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ചാപ്റ്റർ ആണ് ഫുഡ് ഫോർ ഹെൽത്ത് അല്ലെങ്കിൽ ആഹാരത്തിലൂടെ ആരോഗ്യം. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് എന്തിനാണ് ഫുഡ് അല്ലെങ്കിൽ വൈ ഫുഡ് അല്ലെ, എന്തിനാണ്, എനർജിക്ക് വേണ്ടിയിട്ടാണ് ഫുഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്നത് കമ്പോണൻസിലേക്കാണ് അല്ലെങ്കിൽ ന്യൂട്രിയൻസിലേക്കാണ്. കുറേ അധികം പോഷക ഘടകങ്ങളുണ്ട് അല്ലേ. ഒന്നാമത്തെയാണ് കാർബോഹൈഡ്രേറ്റ്. നിങ്ങളിവിടെ പഠിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റിന് മെയിൻ ആയിട്ട് കിട്ടുന്നത് എനർജി ആണ് അഥവാ ഊർജമാണ്. പിന്നെയോ ഈ കാർബോഹൈഡ്രേറ്റിനെ ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. എന്തായിട്ടേ കാണാൻ വേണ്ടി പറ്റുള്ളൂ, സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. അതായത് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് അതുപോലെ തന്നെ ഫൈബർ അല്ലെങ്കിൽ നാരുകളായിട്ടാണ് കാണാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കും, ഫുഡിൽ അന്നജമുണ്ടോ അല്ലെങ്കിൽ ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? ആ ടെസ്റ്റിന്റെ പേരാണ് അയഡിൻ ടെസ്റ്റ്. ഈ അയഡിൻ ടെസ്റ്റ് എങ്ങനെ എഴുതുക? ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് റൈസ് എടുക്കാം അല്ലെങ്കിൽ ചോറ് എടുക്കാം. ആ ചോറിലേക്ക്, ആ റൈസിലേക്ക് കുറച്ച് അയഡിൻ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രോപ്സ് ആക്കി ചുറ്റിച്ചു കൊടുക്കുന്നു. അപ്പം ആ ഒരു ചോറ് നേവി ബ്ലൂയിലേക്കോ അല്ലെങ്കിൽ വയലറ്റ് കളറിലേക്കോ മാറുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ട് അഥവാ അന്നജമുണ്ട്. ഈ എക്സ്പെരിമെന്റ് മറക്കണ്ട, എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് തന്നെ എന്ത് ചെയ്യുക, എക്സ്പെരിമെന്റ് നിങ്ങൾ എഴുതാൻ വേണ്ടി പഠിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് പണ്ട് കാലങ്ങളിൽ എന്താണ്, ഇത് നമ്മൾ ബേർഡ്സിനും ആനിമൽസിനും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന സാധനമാണ്. ബട്ട് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യന്മാരും കഴിക്കുന്നുണ്ട് അല്ലേ. അതിൽ അത്രക്കും എന്തുണ്ട്, അത്രക്കും നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ടതായിട്ടുള്ള കുറേ അധികം സാധനങ്ങളുണ്ട്. ഇതൊരു പുൽവർഗത്തിൽപ്പെട്ട ന്യൂട്രിയൻസ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിംഗ് ആണ്, എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതാണ് ഫോർ ഗ്രോത്ത്. ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏത് ന്യൂട്രിയൻറ്റാണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് പോഷകമാണ് വേണ്ടത്? നിങ്ങൾക്കറിയാം, ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ പ്രോട്ടീൻ അല്ലേ. പ്രോട്ടീന് മെയിനായിട്ട് നിങ്ങൾ എഴുതേണ്ടത്, പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻറ്റ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷണം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷണം അല്ലേ. നോക്കിക്കോ, ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ് വരും അല്ലെങ്കിൽ അപര്യാപ്തത രോഗങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊക്കെ അപര്യാപ്തത രോഗങ്ങളാണ് പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ വരിക? ഏതൊക്കെ രോഗങ്ങളാണ് വരിക? അതായത് ക്വാഷിയോക്കർ ആൻഡ് മരാസ്മസ്. ഏതാണ്? ക്വാഷിയോക്കർ ആൻഡ് മരാസ്മസ് ആണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞാൽ. പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? ക്വാഷിയോക്കറും മരാസ്മസും ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഫാറ്റ്. നമ്മൾ മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും ഫാറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവുക. ബട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഫാറ്റ് നമ്മളെ ബോഡിയിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യം തന്നെയാണ്. ഈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിന് കൂടുതൽ എനർജി കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനേക്കാളും കൂടുതൽ എനർജി എവിടെ നിന്ന് കിട്ടും? ഫാറ്റിൽ നിന്ന് കിട്ടും. അതുപോലെ ഈ ഫാറ്റിനെ നമുക്ക് രണ്ടായി തിരിക്കാം, ഫ്രം പ്ലാന്റ്സ് ആൻഡ് ഫ്രം ആനിമൽസ് അല്ലേ. അതായത് സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ഫാറ്റ് കിട്ടും. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടതാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു
പോയിന്റ് ഉണ്ട്. കൊളസ്ട്രോൾ ഈസ് എ ഫോം ഓഫ് ഫാറ്റ്, അതായത് കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മനസ്സിലായോ? അപ്പൊ കൊഴുപ്പ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കൊളസ്ട്രോളും. ഇനി ഈ കൊളസ്ട്രോള് നമ്മുടെ ബോഡിയിൽ കൂടി കഴിഞ്ഞാൽ എന്താ പറ്റുക? നമുക്ക് വലിയ വലിയ അസുഖങ്ങൾ വരും. അതായത് കൊളസ്ട്രോൾ നമ്മളെ ബ്ലഡ് വെസൽസിൽ അടിഞ്ഞുകൂടി ബ്ലഡിന്റെ ഫ്ലോനെ ബ്ലോക്ക് ആക്കുന്നു. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് വരും? ഹൃദ്രോഗം, പക്ഷാഘാതം, അല്ലെ, അതായത് ഹാർട്ട് ഫെയിലിയർ, സ്ട്രോക്ക് എന്നിവ പോലത്തെ വലിയ വലിയ അസുഖങ്ങളാണ് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ വരിക. അതുകൊണ്ടാണ് നമ്മൾ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറയുന്നത്. ബട്ട് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ വേണ്ടുന്ന സാധനം തന്നെയാണ്. ബട്ട് എന്താവാൻ പാടില്ല? കൂടാൻ വേണ്ടി പാടില്ല. അടുത്തതാണ് വിറ്റാമിൻസ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് വൈറ്റമിനുകൾ അല്ലെങ്കിൽ വിറ്റാമിൻസ്. നിങ്ങൾ ആദ്യം ഓർമ്മിക്കേണ്ട കാര്യം, നമുക്ക് 6 വിറ്റാമിൻ ആണ് പഠിക്കാനുള്ളത്. 6 വിറ്റാമിൻ. ഏതൊക്കെയാണ് ആ വിറ്റാമിൻ? വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഓക്കെ, ഇനി വിറ്റാമിൻസിനെ നമുക്ക് എന്താക്കാം? 2 ആയി തിരിക്കാം. ഒന്ന് വാട്ടർ സോലുബിൾ, അതായത് ജലത്തിൽ ലയിക്കുന്നവ. മറ്റൊന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവ, ഫാറ്റ് സോലുബിൾ ട്ടോ. അപ്പൊ നമുക്ക് നോക്കിക്കോ എങ്ങനെയൊക്കെ തിരിക്കാം. ഒന്ന് വാട്ടർ സോല്യബിൾ അല്ലെങ്കിൽ ജലം, അല്ലെ, ജലത്തിൽ ലയിക്കുന്നവ. മിസ് ഇത്രേ എഴുതുന്നുള്ളൂ ട്ടോ. ഓക്കെ, മറ്റൊന്ന് ഫാറ്റ് സോല്യബിൾ അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്നവ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നവ ബിയും സിയുമാണ്. കൊഴുപ്പ് കൊഴുപ്പ് കേടാ എന്ന് ഓർമ്മിക്കുക. കൊഴുപ്പ് കേടാണ്. നമ്മൾ കേൾക്കാറില്ലേ കൊഴുപ്പ് കേടാണെന്ന്? അപ്പോൾ വാട്ടർ സോല്യുബിളിനെ നിങ്ങൾക്ക് WBC എന്ന് ഓർമ്മിച്ചാൽ മതി. W ഫോർ വാട്ടർ, ബിയും സിയും വൈറ്റമിൻ. പിന്നെ കൊഴുപ്പ് കേടാണ്. ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ വൈറ്റമിൻസിൻ്റെയും സിഗ്നിഫിക്കൻസ് അഥവാ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ നോട്ട്സ് എന്ന് പറഞ്ഞ ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്താൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ നോട്ട്സ് കിട്ടുന്നതായിരിക്കും. അത് നമ്മുടെ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ A+ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്തായാലും ജോയിൻഡ് ആയിരിക്കണം. ജോയിൻഡ് ആയവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? നോട്ട്സ് കിട്ടുള്ളൂ. അതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വരും, പ്രഡിക്ഷൻ വീഡിയോസ് ഒക്കെ അതിൽ അയക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വൈറ്റമിൻസും സിഗ്നിഫിക്കൻസും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, നമ്മൾ നേരത്തെ പ്രോട്ടീൻ പറഞ്ഞു പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ അപര്യാപ്തത രോഗങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ നമ്മളെ വൈറ്റമിൻസ് കുറഞ്ഞു കഴിഞ്ഞാലും എന്ത് വരും? വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ അപര്യാപ്തത രോഗങ്ങൾ വരും. അപ്പോൾ ഏതൊക്കെയാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് നോക്കാം നമുക്ക്. നോക്കിക്കോ, ഒന്നാമതാണ് വൈറ്റമിൻ എ, അല്ലേ? വൈറ്റമിൻ എ കുറവ് മൂലം എന്ത് രോഗാ വരിക? നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത. അതായത് വൈറ്റമിൻ ബി കുറഞ്ഞു കഴിഞ്ഞാലോ ഗ്ലോസിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് വരും? മൗത്ത് അൾസർ, അല്ലേ? ഗ്ലോസിറ്റീസ് അല്ലെങ്കിൽ മൗത്ത് അൾസർ. വൈറ്റമിൻ സി ആണ് കുറവെങ്കിൽ നിങ്ങൾ സ്കേവി എന്ന് പഠിച്ചാൽ മതി. സ്കേവി എന്ന് പഠിച്ചാൽ മതി. വൈറ്റമിൻ ഡി ആണ് കുറവെങ്കിൽ റിക്കറ്റ്സ് ആണ് വരിക, അല്ലെ ാണ് വരിക. ഇനി നൈറ്റ് ബ്ലൈൻഡ്നെസ് പറഞ്ഞാൽ നമുക്ക് പകൽ സമയത്തൊക്കെ കണ്ണൊക്കെ കാണാൻ പറ്റും, ബട്ട് മങ്ങിയ വെളിച്ചത്തിലോ അല്ലെങ്കിൽ ഇരുട്ടിലോ ഒട്ടും തന്നെ കണ്ണ് കാണാൻ പറ്റില്ല. അതിനെയാണ് നമുക്ക് എന്ത് പറയാ? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയാ. അതുപോലെ തന്നെ സ്കേവി, പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി, റിക്കറ്റ്സ്. കണ്ടോ? ഈ ഒരു എല്ലിന്റെ വളവ് നിങ്ങൾ കണ്ടോ? എല്ലിനും പല്ലിനും ഒക്കെ വേണ്ടുന്നതായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഇനി നിങ്ങളോട് ചോദിക്കും വൈറ്റമിൻ ഡി നമുക്ക് എവിടുന്നാണ് കിട്ടുക? നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ ബി കോംപ്ലക്സും കിട്ടുക. ബി കോംപ്ലക്സിന്റെ കാര്യം നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ വൈറ്റമിൻ ഡി എവിടുന്നാണ് കിട്ടുക എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വൈറ്റമിൻസ് പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് മിനറൽസ്, അല്ലേ? മിനറൽസ് ഇൻ ഫുഡ്സ്. മിനറൽസ് ഇൻ ഫുഡ്സ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കിവിടെ 3 മിനറൽസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെയാണ് അയേൺ അഥവാ ഇരുമ്പ്, രണ്ടാമത്തെയാണ് കാൽഷ്യം, മൂന്നാമത്തെയാണ് അയഡിൻ. അപ്പോൾ
അയേൺ അയേൺ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. അയേൺ എന്തിനാണ് നമ്മളെ ബോഡിയിൽ, നമ്മളെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അയേൺ. അങ്ങനെയാണെങ്കിൽ കാൽഷ്യം എന്തിനാണ് നമ്മളെ ബോഡിയിൽ? യെസ്, അതായത് ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ഹെൽത്തിന് വേണ്ടിയിട്ടാണ് കാൽഷ്യം. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത്? കാൽഷ്യം. അത് കഴിഞ്ഞാൽ അയഡിൻ എന്തിനാണ്? അയഡിൻ നമുക്ക് സീ ഫുഡ്സ് നിന്നാണ് കിട്ടുക. അയഡിൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എല്ലാവർക്കും തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത്? യെസ്, അയഡിൻ കഴിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളോട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ 3 മിനറൽസും ഇല്ലെങ്കിൽ നമുക്ക് എന്താ വരിക? നമ്മൾ നേരത്തെ പ്രോട്ടീൻ്റെ കാര്യത്തിലും വൈറ്റമിൻസിൻ്റെ കാര്യത്തിലും ഒക്കെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് വരും? ഡെഫിഷ്യൻസി ഡിസീസ് വരും. അപ്പോൾ ഈ 3 ആൾക്കാരും ഡെഫിഷ്യൻസി ഡിസീസും എന്ത് ചെയ്യാണ്ട് എൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. അപ്പം നോക്കിക്കോ, അതായത് അയേൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനീമിയ വരും. എന്ത് വരും? അനീമിയ വരും. അതുപോലെ തന്നെ അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഗോയിറ്റർ വരും. എന്ത് വരും? ഗോയിറ്റർ വരും. കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഓസ്റ്റിയോപൊറോസിസ് വരും. ഓസ്റ്റിയോപൊറോസിസ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി, അയേൺ ആണ് കുറവെങ്കിൽ അനീമിയ വരും, അയഡിൻ ആണ് കുറവെങ്കിൽ ഗോയിറ്റർ വരും, കാൽഷ്യം ആണ് കുറവെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് വരും. മലയാളം മീഡിയംകാർ പേടിക്കേണ്ട, അയേൺ ആണ് കുറവെങ്കിൽ വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന് എഴുതിയാലും എന്ത് കിട്ടും? നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അയഡിൻ ആണെങ്കിൽ ഗോയിറ്റർ, കാൽഷ്യം ആണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ക്വാഷിയോക്കറും മരാസ്മസും. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഏതായിരുന്നു? നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത. വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി ഏതായിരുന്നു? ഗ്ലോസിറ്റസ് അല്ലെങ്കിൽ മൗത്ത് അൾസർ പറയാം. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഏതായിരുന്നു? സ്കേവി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഏതായിരുന്നു? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. അത് കഴിഞ്ഞാൽ നമ്മൾ മിനറൽസിലേക്കാണ് അല്ലെങ്കിൽ ധാതുക്കളിലേക്കാണ് പോയത്. അയേൺ അല്ലെങ്കിൽ ഇരുമ്പാണ് കുറഞ്ഞെങ്കിൽ അനീമിയ വരും അല്ലെങ്കിൽ വിളർച്ച വരും. ഇനി അതുപോലെ തന്നെ നമുക്ക് അയഡിൻ ആണ് കുറഞ്ഞെങ്കിൽ ഗോയിറ്റർ വരും. ദെൻ കാൽഷ്യം ആണ് കുറഞ്ഞെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ രോഗമാണ് വരിക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കുറച്ച് അല്ലറ ചില്ലറ കാര്യം കൂടിയേ പഠിക്കാനുള്ളൂ കേട്ടോ. ഇതുവരെയാണ് നമ്മളെ ആ ഒരു ചാപ്റ്ററിലെ മെയിൻ ഹാർട്ട് ഭാഗം എന്നൊക്കെ പറയൂലേ, ആ ഒരു ചാപ്റ്ററിലെ മെയിൻ പോർഷൻസ് ഇതുവരെയുള്ളൂ. ഓക്കെ, അപ്പോൾ മക്കളോട് മിസ്സിനൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് സൂപ്പർ ബാച്ചിൻ്റെ കാര്യമാണ്. ഓഗസ്റ്റ് 3 ഇന്ന് വരെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്ന് നടക്കുന്ന മോഡൽ എക്സാംസ് വരെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സാം മാത്രമല്ല, എക്സാമിൻ്റെ ആൻസർ കീയും തരും. നിങ്ങൾ ആരും ഒന്നും പറയില്ല, നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾക്കായിട്ടൊരു മെൻറ്റേഴ്സ് ഉണ്ടാകും. ഇവിടെ എല്ലാ ചാപ്റ്റേഴ്സും കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് റെക്കോർഡഡ് ആയിട്ടുണ്ട്. 1 ഷോട്ട് വീഡിയോകളുണ്ട്, പ്രഡിക്ഷൻ വീഡിയോകളുണ്ട്, സൂം ലൈവുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് പേഴ്സണലായി ഡൗട്ട് ചോദിക്കാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോരോ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് വിത്ത് ആൻസർ കീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ PYQs ഉണ്ട്, അതിൻ്റെ ആൻസർ കീയും ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് എന്തുണ്ട്? മോഡൽ എക്സാമും നടക്കുന്നുണ്ട്. അപ്പോൾ വൈകരുത്, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇന്ന് തന്നെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മോഡൽ എക്സാം എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞത് മിനറൽസ് വരെയായിരുന്നു. അത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരാളാണ് ഫൈബർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാരുകൾ എന്ന് പറഞ്ഞാൽ. ഇതിനെ ശരിക്കും നമ്മൾ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങളിൽ കൂട്ടാറില്ല, എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മളെ പ്രോപ്പർ ഡയജഷൻ നടക്കാൻ, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ദഹനം നടക്കാനൊക്കെ ഫൈബർ അല്ലെങ്കിൽ നാരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ നേരത്തെ കാർബോഹൈഡ്രേറ്റ് പഠിച്ചു, പ്രോട്ടീൻ പഠിച്ചു, ഫാറ്റ് പഠിച്ചു, കൊളസ്ട്രോൾ പഠിച്ചു, വൈറ്റമിൻസ് പഠിച്ചു. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ആളാണ് ആര്? നമ്മളെ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫൈബേഴ്സ് ആർ ദി സെല്ലുലോസ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് വിച്ച് കാൻ ബി ഡൈജസ്റ്റഡ് ബൈ അവർ ബോഡി. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റില്ല, ബട്ട് ദഹനത്തിന് എന്ത് ചെയ്യും? സഹായിക്കും. പ്രോപ്പറായിട്ട് ഡയജഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? നമ്മളെ ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് നമ്മളെ വാട്ടർ അല്ലെങ്കിൽ ജലത്തിനെ പറ്റി. നമ്മളെ ബോഡിയിൽ നമുക്ക് എന്താണ്?
ജലമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ജലത്തിന് കുറേ അധികം പ്രത്യേകതകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിറമില്ല, മണമില്ല, രുചിയില്ല അല്ലേ, ഷേപ്പില്ല, ഇതൊന്നും തന്നെ ഇല്ലെങ്കിലും ജലമില്ലാണ്ട് ഒരു ദിവസം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ജലത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു എസ്സേ റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ ഒരു പോസ്റ്ററൊക്കെ എഴുതാനോ വേണ്ടി വരാം. അത് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് ആർക്കും എഴുതാൻ വേണ്ടി പറ്റും, നിങ്ങൾ ഇഷ്ടംപോലെ എഴുതുക. ബട്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ മക്കളായതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നമ്മളൊരു പോസ്റ്ററൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പിക്ചേഴ്സൊക്കെ എഴുതാട്ടോ. പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇപ്പൊ ഒന്നും വരക്കാൻ അറിയാത്ത മക്കൾക്കും കൂടെ എന്ത് ചെയ്യാം, വരച്ച് വെച്ചിട്ട് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ജലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതാണ് ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ് സമീകൃത ആഹാരം? നമ്മൾ ഇത്രയും സമയം പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, കൊളസ്ട്രോൾ, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ, ഇതൊക്കെ കൂടി ഫൈബേഴ്സ്, ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു ഫുഡ് പ്ലേറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുക. അതായത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് അല്ലേ. നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം പോരാ, നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ മാത്രം പോരാ അല്ലേ. നമുക്ക് എന്ത് വേണം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, കൊളസ്ട്രോൾ ഒക്കെ എന്ത് വേണം, നമ്മളെ ബോഡിയിൽ അത്യാവശ്യമായിട്ടും ഒരു നിശ്ചിത അളവിൽ വേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കഴിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫുഡ് പ്ലേറ്റ് എന്ന് പറയുക. ഇതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കഴിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഫുഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്. ഇവിടെ മിസ് ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഒരു ഫുഡ് പ്ലേറ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഫുഡ് പ്ലേറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, മിസ് എന്താണ് കലോറി? കലോറി പഠിക്കണോ? കലോറി ഒരു എക്സ്ട്രാ റീഡിംഗ് ആണ്, അറിഞ്ഞു വെക്കാൻ വേണ്ടിക്കല്ലേ. ഇത്ര മാത്രം പറഞ്ഞാൽ മതി. നമ്മളെ ഫുഡിലുള്ള എനർജിയുടെ യൂണിറ്റിൽ പറയുന്നതിനാണ് നമ്മൾ കലോറി എന്ന് പറയാം. അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനോ യൂണിറ്റിൽ പറയുന്നതാണ് കലോറി എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മളെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് മിസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങളെ എക്സാമിന് കിടക്കുന്നതിന് മുന്നേ മിസ് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിവൈസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം മറക്കണ്ട, നമ്മളെ ഓഗസ്റ്റ് 3 നമ്മളെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ലാസ്റ്റ് ബാച്ച് ക്ലോസ് ചെയ്യാണ്. ഈ ബാച്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും എല്ലാ ലൈവുകളും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും ഒക്കെ കിട്ടുന്നതായിരിക്കും. അത് കൂടാതെ നിങ്ങൾക്ക് ഇന്നത്തെ മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. വേഗം എൻ്റെ മക്കൾ പോയിട്ട് എന്ത് ചെയ്യുക, പാരൻസിനോട് പറയാ, ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ടും ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ലിങ്ക് കണ്ടോ, സൂപ്പർ ബാച്ചിൻ്റെ, ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളെ പേര്, നിങ്ങളെ ക്ലാസ്, നിങ്ങളെ മീഡിയം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാം, ഈ നമ്പറിൽ വിളിച്ചിട്ട് കണക്ട് ചെയ്യാം. ഇപ്പം തന്നെ ഈ നമ്പറിൽ വിളിച്ച് കണക്ട് ചെയ്യാം കേട്ടോ. ഇന്ന് തന്നെ എന്ത് ചെയ്തോളണം, ഓണം എക്സാമിൻ്റെ മോഡൽ എക്സാം എഴുതണം, മറക്കാൻ പാടില്ല. 6ാം ക്ലാസ് ആണ്. നമുക്ക് 5ാം ക്ലാസ് പോലെയല്ല, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് എക്സാം ആണ്. എന്തായാലും നിങ്ങൾക്ക് എന്തായിരിക്കും, ടഫ് ആയിരിക്കും. അത് നിങ്ങളൊന്ന് മനസ്സിൽ കാണുക, പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ മക്കളെ. ഇനിയിപ്പോൾ എല്ലാ വീഡിയോസും, എല്ലാ കുഞ്ഞു ഷോർട്സിലൊക്കെ ഈ ചാനൽ ത്രൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പക്കാ സെറ്റ് ആയെങ്കിൽ, മിസ്സിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മിസ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ട് സെറ്റ് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ.